അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മഹാനായ അബുൽ അത്താഹിയ എന്നൊരു കവി. അബ്ബാസി കാലഘട്ടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉമ്മവി ഭരണം, അതിനുശേഷം അബ്ബാസി ഭരണകാലത്തിലെ ഹാറൂൺ റഷീദിനൊക്കെ അറിയാലോ. അപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ മുമ്പത്തെ ഭരണാധികാരിയാണ് മഹദി. ഇമാം മഹദി അല്ല കേട്ടോ, ഖലീഫയായ മഹദി. ആ മഹദിക്ക് ശേഷം ഹാറൂൺ റഷീദ്, ഈ മൂന്ന് രാജാക്കന്മാരുടെയും കൊട്ടാര കവിയായിരുന്ന ആര്? അബുൽ അത്താഹിയ എന്നുള്ളൊരു കവി. ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ പ്രശസ്തമാണ്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെയുണ്ട്. കൂഫയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. എവിടേക്ക്? അബ്ബാസി ഭരണത്തിൻ്റെ കേന്ദ്രമായ ബഗ്ദാദിലേക്ക്. അപ്പോൾ ബഗ്ദാദിലേക്ക് ഇബ്രാഹിം മൂസിലി അല്ലെങ്കിൽ മൗസിലി എന്നൊരു ഒരു സംഘത്തിൻ്റെ കൂടെയാണ്. നേതൃത്വം ആരാണ്? ഇബ്രാഹിം മൗസിലി എന്ന ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു മനുഷ്യനാണ്. ബഗ്ദാദിലേക്ക് കടന്നു വരുന്ന ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഈ അബുൽ അത്താഹിയ. പിന്നീട് ഈ കൊട്ടാരത്തിലെ കവിയായി മാറി. മഹദിയുടെയും ഹാദിയുടെയും ഹാറൂൺ റഷീദിൻ്റെയൊക്കെ കൊട്ടാര കവികളായി മാറി. ഇവരെ പുകഴ്ത്തുക, അതുപോലെ തന്നെ അവരോട് ഓരോ ഉപദേശങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ പ്രശസ്തമായ ഒരുപാട് കവിതകളുണ്ട്. വളരെ ചിന്തനീയമായ എന്നുള്ള ഹിക്മത്ത് ഒരുപാടുണ്ടാവും അദ്ദേഹത്തിൻ്റെ കവിതയിൽ. എന്നാൽ വളരെ സിമ്പിളായിട്ടായിരിക്കും അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ട്, ബക്കൈതു അല ഷബാബി ബിദമി ഐനി ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു. വളരെ അർത്ഥവത്തായ വരികളാണ്. അതിലിങ്ങനെ അദ്ദേഹം പറയണം, ഞാൻ എൻ്റെ യുവത്വത്തെ കുറിച്ച് ആലോചിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കരച്ചിലോ എൻ്റെ തേങ്ങലുകളോ ഒന്നും ഒരു ഉപകാരം ചെയ്തില്ല. അതെന്താണ്? അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയ അർത്ഥം കിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ആ ശൈലി, ആ അറബിയുടെ ആ ശൈലി വളരെ സിമ്പിളാക്കി അദ്ദേഹം ഇങ്ങനത്തെ ഒരു ആശയം അവതരിപ്പിക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഇതേ അർത്ഥം തന്നെ എന്ത്, ഫയാ ലൈത ശബാബു യഊദു യൗമൻ ഫഖ്ബിർഹു ബിമാ ഫഅൽ മശീബു. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഇങ്ങനെയായിരുന്നു. വളരെ ചിന്തിക്കേണ്ട, വളരെ ഉപദേശ രൂപത്തിലുള്ള, വളരെ സുഹൃദിൻ്റെ ഒക്കെ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ഫയാലൈത്ത ഷബാബു അതിലും പറയുന്നത് എന്താണ്? എൻ്റെ യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ, ഒരു ദിവസം മടങ്ങി വന്നിരുന്നുവെങ്കിൽ ആ യുവത്വത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നര എന്നുള്ളത് തല നരച്ചിരിക്കുന്നു, ആ നര ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് തുടങ്ങി വളരെ അർത്ഥവത്തായ കവിതകൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം ആ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ കവിതകൾ രചിക്കുന്ന ഒരു മഹാൻ കൂടിയായിരുന്നു അബുൽ അത്താഹിയ. മുസ്ലിമാണ് കേട്ടോ, സംശയിക്കേണ്ട, മുസ്ലിം തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളത് ഷെറുൻ വ ഖൈറുൻ. അദ്ദേഹത്തിൻ്റെ തന്നെ അൽ ഖൈറു വ ഷെർ പറഞ്ഞിട്ട് മറ്റൊരു കവിത വളരെ പ്രശസ്തമായതുണ്ട്. അതുപോലെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് ഷെറുൽ മഖാലി അൽ കദിബ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വരികൾ. ഓക്കെ, അതിൽ മുഴുവനായിട്ട് ഈ വോയിസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു തുടക്കം നമുക്ക് ഒന്ന് വോയിസ് കേൾക്കാം കേട്ടോ. شر المقال الكاذب خير الخصال الآدب البخل عيب فاضح والجود ستر صالح العقل قاض عادل والعجب داء قاتل العمر ضيف راحل والمال ظل زائل البر للحب سبب إن البخيل لا يحب الكذب والنميمة والغدر شر شيمتي تأن في الأمور لا سيما الشرور. അപ്പോൾ അതിൻ്റെ രീതി കേട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ മുഴുവൻ വരികൾ, ഇതിൽ കുറച്ച് വരികൾ അധികം ഉണ്ട് കേട്ടോ. അത് വളരെ കുറച്ച് മാത്രമാണുള്ളൂ.
അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നോക്കാം. അതിലേറ്റവും ബെറ്റർ ഫസ്റ്റ് നമുക്ക് അർത്ഥം പഠിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ചെല്ലിയൊക്കെ പഠിക്കണം. അപ്പോൾ ഷെറുൻ വ ഖൈറുൻ, നന്മയും തിന്മയും. ഓക്കെ, ഇനി പറയണേ ഷെറുൽ മഖാൽ. മഖാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്. അപ്പോൾ ചീത്ത വാക്ക് അൽ കദിബു, കളവാണ്. കളവ് പറയുക എന്നുള്ളതാണ് ചീത്ത വാക്ക്. ചീത്ത സംസാരങ്ങൾ എന്താണ്? അത് കളവാണ്. കളവാണ് ചീത്ത സംസാരം. ഷെറുൽ മഖാലി അൽ കദിബു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്ത് പറയാണ് ഖൈറുൽ ഖിസാൽ. ഖിസാൽ എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഓക്കെ, ഖൈറുൽ ഖിസാലി, ഏറ്റവും നല്ല സ്വഭാവം. അൽ അദബു, മര്യാദ തന്നെയാണ്. മര്യാദയാണ് ഏറ്റവും നല്ല സ്വഭാവം. ഏറ്റവും നല്ല സംസാരം, ഏറ്റവും ചീത്ത സംസാരം ഏതാണ്? കളവ് പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്വഭാവം. അത് അദബു, അൽ അദബു, മര്യാദയുമാണ് എന്ന് പറയാടെ. അൽ ബുഖുലു, ബുഖുൽ എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കുക. പിശുക്ക് കാണിക്കുക പറഞ്ഞാൽ ചിലവഴിക്കേണ്ട സമയത്ത് ചിലവഴിക്കാതിരിക്കുക, അതാണ് അൽ ബുഖുലു, പിശുക്ക് കാണിക്കുക. പിശുക്ക് എന്നുള്ളത് ഐബുൻ, അതൊരു ന്യൂനതയാണ്. ഫാലിഹുൻ, വളരെ മോശമായ എന്നർത്ഥം. എന്താ പറയുക, അപകീർത്തിപ്പെടുത്തുന്ന എന്നൊക്കെ അർത്ഥം. വളരെ മോശമായ ഒരു ന്യൂനതയാണ് എന്ത്? ഈ പിശുക്ക് എന്നുള്ളത്. എന്നിട്ട് പറയണം അതിൻ്റെ ഓപ്പോസിറ്റ് വൽ ജൂദു, ധർമ്മം ചെയ്യുക എന്നുള്ളതോ സിത്റുൻ സ്വാലിഹുൻ, നല്ലൊരു മറയുമാണ് ധർമ്മം ചെയ്യുക എന്നുള്ളത്. സിത്ർ, മറ, അതിൻ്റെ കർട്ടൻ എന്നർത്ഥം. സ്വാലിഹുൻ, നല്ലൊരു മറയാണ്. എല്ലാത്തിനും നല്ലൊരു മറയാണ് ധർമ്മം ചെയ്യുക എന്നുള്ളത് കേട്ടോ. അടുത്ത് പറയണം അൽ അഖ്ലു, ബുദ്ധി എന്നുള്ളത്. ഖാലിൻ ആദിലു, നീതിമാനായ വിധികർത്താവാണ്. നമുക്കറിയാലോ എന്താണ് ബുദ്ധി ഉണ്ടെങ്കിൽ നീതിപരമായിട്ട് വിധിക്കാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. അതാണ് ഖാലിൻ. അഖ്ലു, ബുദ്ധിയാകുന്നത്. ഖാലിൻ, അത് വിധികർത്താവാണ്. ആദിലു, നീതിമാനായ. ഇനി അടുത്തത് വൽ ഉജുബു. ഉജുബ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം, ദുരഭിമാനം, അഹങ്കാരം എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. ഉജുബ് പറഞ്ഞാൽ നമ്മൾ ഇന്ന വാപ്പാൻ്റെ മോനാണ്, അതാണ് ഉജുബ്. പൊങ്ങച്ചം, ആവശ്യമില്ലാത്ത എന്താ പറയുക, അഹങ്കാരം. പൊങ്ങച്ചം എന്നുള്ളത് ദാഉൻ, അതൊരു അസുഖമാണ്, അതൊരു മാറാവ്യാധിയാണ്. ഖാതിലുൻ, കൊന്നു കളയുന്ന ഒരു രോഗമാണ് പൊങ്ങച്ചം എന്നുള്ളത്. ഓക്കെ, വലുജുബു, പൊങ്ങച്ചമാകുന്നത്. ദാഉൻ, അതൊരു അസുഖമാണ്. ഖാതിലുൻ, കൊന്നു കളയുന്ന, മനുഷ്യനെ വരെ കൊന്നു കളയുന്ന വലിയൊരു അസുഖം തന്നെയാണ് ഈ ലോകമാന്യം അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നൊക്കെ പറയാം. വൽ ഉമറു, ഇനി അടുത്ത് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറയട്ടെ, ഒരുപാട് വിഷയങ്ങളാണ് ഇതിൽ തന്നെ പറയുന്നത്. വൽ ഉമറു, ഈ വയസ്സ് എന്നൊക്കെ പറയുന്നത്. ഉംറ അല്ലേ, വയസ്സ്. വൈഫുൻ, അത് ഒരു അതിഥി മാത്രമാണ്. റാഹിലുൻ, ഒരു യാത്രക്കാരനായ. റാഹല എന്ന് പറഞ്ഞാൽ യാത്ര പോവുക എന്നാണ്. അപ്പോൾ യാത്രക്കാരനായ ഒരു അതിഥി മാത്രമാണ് ഈ വയസ്സ് എന്നൊക്കെ ഉള്ളത്. വൽ മാലു, എന്നാൽ സമ്പത്തോ. ലില്ലുൻ സായിലുൻ, അത് നീങ്ങിപ്പോകുന്ന കേവല ഒരു നിഴൽ മാത്രമാണ്. നിഴൽ എങ്ങനെയാണല്ലോ, കുറച്ച് നേരം എങ്ങനെ ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറി അങ്ങനെ പോകില്ല. അതാണ് ലില്ലുൻ സായിലുൻ. സായിൽ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ് എന്ത്? സമ്പത്ത് എന്നുള്ളത്. അൽബിറു, ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത്. ലിൽ ഹുബ്ബി, അത് സ്നേഹത്തിനിക്കുള്ള സബബുൻ, അത് കാരണമാണ്. അപ്പോൾ നന്മ ചെയ്യലാണ് സ്നേഹത്തിനിക്കുള്ള കാരണം. അപ്പോൾ ഒരാൾക്ക് നന്മ ചെയ്താൽ പിന്നെ ആ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ അൽ ബിറു, ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത്. ലിൽ ഹുബ്ബി, സ്നേഹത്തിനിക്കുള്ള സബബുൻ, അതൊരു കാരണമാണ്. എന്നിട്ട് പറയണേ ഇന്നൽ ബഖീല, പിശുക്കൻ. ഇന്നൽ ബഖീല, തീർച്ചയായും പിശുക്കൻ. ലാ യുഹബ്ബു, അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അപ്പം അവൻ ആരെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം. പിശുക്കൻ നന്മ ചെയ്യോ? ഇല്ല. അതാണ് അടുത്തത്. ഇന്നൽ ബഖീല ലാ യുഹബ്ബു, പിശുക്കൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, അവനെ ആരും ഇഷ്ടപ്പെടില്ല എന്നർത്ഥം. പിന്നെ അടുത്ത് പറയുന്നത് ത്വഹാറത്തുൽ അഖ്ലാഖി മിൻ കാറമിൽ അഖ്റാഖി എന്നാണ് പറഞ്ഞത്. ത്വഹാറത്തുൽ അഖ്ലാഖ്, അഖ്ലാഖ് പറഞ്ഞാൽ ത്വഹാറത്ത് പറഞ്ഞാൽ ശുദ്ധി അല്ലേ, ശുദ്ധത എന്നൊക്കെ അർത്ഥം. അൽ അഖ്ലാഖ്, സ്വഭാവത്തിൻ്റെ ശുദ്ധത. ഒരു സ്വഭാവത്തിൻ്റെ ശുദ്ധത, അതിൻ്റെ തെളിമ, അതിൻ്റെ ശുദ്ധി, ശുദ്ധമായ സ്വഭാവം എന്നർത്ഥം. ആ സ്വഭാവങ്ങളുടെ ശുദ്ധി. മിൻകാറമിൽ അഖ്റാഖ്, അത് മിൻകറമിൽ അഖ്റാഖ്. അഖ്റാഖ് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം രക്തക്കുഴലുകൾ, വേരുകൾ എന്നാണ്. അപ്പോൾ വേരുകളുടെ നന്മയിൽ നിന്നാണ്. കറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന്യത, അതിൻ്റെ മഹത്വം. അപ്പോൾ
വേരുകളുടെ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അവനിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് മാതാപിതാക്കൾ എന്തായിരിക്കണം, അതാണ് വേരുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ നന്നായിട്ടുണ്ടെങ്കിൽ മക്കളും ഒക്കെ നല്ല സ്വഭാവത്തിനുടമകളാവും. അതാണ് മിൻകറമിൽ അറാഖ് പറഞ്ഞ വേരുകൾ. അപ്പോൾ ഈ വേരുകളുടെ രക്തക്കുയലുകളുടെ മഹത്വത്തിൽ പെട്ടതാണ്. അഥവാ ആ രക്തക്കുയൽ നല്ലതാണെങ്കിൽ എന്തായിരിക്കും, അവൻ്റെ സ്വഭാവം നന്നായിരിക്കും. അവൻ്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബങ്ങളൊക്കെ നല്ല കുടുംബങ്ങളാണെങ്കിൽ അവൻ്റെ സ്വഭാവവും സ്വഭാവമായിരിക്കും, ശുദ്ധമായ സ്വഭാവമായിരിക്കും. മിൻകറമില്ല അഹ്റാക്ക്, രക്തക്കുയലുകളുടെ മഹത്വത്തിൽ പെട്ടതാണ് സ്വഭാവത്തിൻ്റെ ശുദ്ധത എന്നുള്ളത്. രക്തക്കുയലുകൾ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരത്തിലോടുന്ന രക്തധമനികൾ അല്ലേ, അതാണല്ലേ വേരുകൾ എന്നർത്ഥം വെക്കുക. വേരാണ് എന്നൊന്നുകൂടി നല്ല അർത്ഥം, വേരുകൾ കേട്ടോ. അപ്പോൾ വേരുകളുടെ മഹത്വത്തിൽപ്പെട്ടതാണ് സ്വഭാവത്തിൻ്റെ ശുദ്ധത എന്നുള്ളത്. എന്നിട്ട് പറയാണ്, ഇതിപ്പോൾ ഒരുപാട് വിഷയങ്ങളായിട്ടാ. അൽ കെദിബു വന്നമീമ, കെദിബ് കളവ് പറയൽ, കിദിബ് കളവ് പറയുക എന്നുള്ളതും, അതുപോലെ തന്നെ വന്നമീമത്തു എന്തും പരദൂഷണം പറയുക, ഏഷണി പറയുക എന്നുള്ളതൊക്കെ. വൽഗദുറു അതുപോലെ തന്നെ വഞ്ചിക്കുക, ഒരാളെ വഞ്ചിക്കുക എന്നുള്ളത്. ഷെറു ഷീമത്തിൻ എന്നാ പറഞ്ഞത്. ഷീമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, സ്വഭാവം എന്നർത്ഥം. ഓക്കെ, വിശേഷണം എന്നൊക്കെ പറയാം. ഷെറു ഷീമത്തി മോശപ്പെട്ട ഒരു വിശേഷണമാണ്, ഒരുത്തനിക്കുള്ള മോശപ്പെട്ട ഒരു വിശേഷണങ്ങളാണ് വഞ്ചിക്കുക, പരദൂഷണം പറയുക, കളവ് പറയുക എന്നുള്ളതൊക്കെ. എന്നിട്ട് അടുത്തത് പറയുന്നത് തഅന്ന, നീ വിനയത്തോടെ പെരുമാറണം എന്നർത്ഥം. തഅന്ന അല്ലെങ്കിൽ സാവകാശം കാണിക്കണം, വിനയത്തോടെ നീ പെരുമാറണം. ഫിൽ ഉമൂരി കാര്യങ്ങളിൽ, എന്ത് നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും വളരെ വിനയത്തോടു കൂടി നീ പെരുമാറണം. ലാസിയ്യമ സൂറൂരി എന്നാ പറഞ്ഞത്. ലാസിയ്യമ പ്രത്യേകിച്ചും, ലാസിയ്യമ എന്നുള്ളത് ഇതാണ് കേട്ടോ. ലാസിയ്യമ ഹുസൂസൻ എന്ന അർത്ഥത്തിൽ എനിക്കുള്ളതാണ്. എന്ത് ലാസിയ്യമ പ്രത്യേകിച്ചും, അസുറൂർ സന്തോഷത്തിൻ്റെ അവസരത്തിൽ, പ്രത്യേകിച്ചും സന്തോഷത്തിൻ്റെ അവസരത്തിലും നീ എങ്ങനെ ആവണം, വിനയത്തോടെ പെരുമാറണം, അല്ലാതെ അഹങ്കാരിയായി മാറരുത് എന്നർത്ഥം. സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോഴും എന്ത് ചെയ്യണം, ലാസിയ്യമ പ്രത്യേകിച്ചും, അസുറൂരി സന്തോഷത്തിൻ്റെ അവസരങ്ങളിലും, നീ വിനയത്തോടെ പെരുമാറണം. ഫിൽ ഉമൂരി കാര്യങ്ങളിൽ. ഓക്കെ, എന്നിട്ട് പറയണം വഅജൽ ഇലൽ ഖൈറാത്ത്, അതുകൊണ്ട് വഅജൽ നീ ഉളരുക, നീ ധൃതി കാണിക്കുക. എന്തിലേക്ക്? ഇലൽ ഖൈറാത്ത് നന്മകളിലേക്ക് നീ ധൃതി കാണിക്കുക. എവിടുന്ന്? മിൻ ഹാദിറിൽ ഫവാത്തി നഷ്ടപ്പെടലിൻ്റെ ഭീതിയിൽ നിന്നും. അപ്പോൾ നീ വേഗത കാണിച്ചില്ല എങ്കിൽ അത് മിസ്സായി പോകും. അങ്ങനെ ആ മിസ്സിങ്ങിലെ ആ ഫവാത്ത് നഷ്ടപ്പെടുക, ആ നഷ്ടപ്പെടലിൻ്റെ ഭീതിയിൽ നിന്നും നന്മകളിലേക്ക് നീ ഉളരണം. നീ വേഗത കാണിക്കണം, ധൃതി കാണിക്കണം. എന്നിട്ട് അവസാനമായി പറയണേ മാലേക്ക വൈറു നഫ്സിക്ക, മാലക്ക നിനക്ക് എന്താണുള്ളത്, മാ വാറ ലക്ക നിനക്കുള്ളത് എന്താണ്, നിനക്ക് എന്തുണ്ട് മനുഷ്യ, വൈറു നഫ്സിക്ക നിന്റെ ശരീരമല്ലാതെ നിനക്ക് എന്താണുള്ളത്. അതുകൊണ്ട് ലാ തകൂ നീ ആവരുത്, അൻഹ നീ നിന്റെ നഫ്സിനെ തൊട്ട് നീ ആവരുത്, മുംസിക്കൻ ആ നഫ്സിനെ പിടിച്ചു വെക്കുന്നവനാവരുത്. അപ്പോൾ നന്മകളിലേക്ക് നീ ഉളരണം. ലാ തക്കൂ എന്നർത്ഥം നീ ആവരുത് എന്നർത്ഥത്തിന് കേട്ടോ. അൻഹ ആ നഫ്സിനെ തൊട്ട് മുംസിക്കൻ പിടിച്ചു വെക്കുന്നവനാകരുത്. അപ്പോൾ ഇതിനോട് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒന്നും മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ എന്താണ്, അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ഓരോന്നിങ്ങനെ നോക്കുക, അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ആദ്യമായി പറഞ്ഞാൽ എന്താണ്, ഷെറുൽ മഖാലി അൽ കദിബു, ഏറ്റവും മോശപ്പെട്ട സംസാരം എന്താണ്, കളവ് പറയുക എന്നുള്ളതാണ്. അത് മനസ്സിലായല്ലോ. പിന്നെ ഖൈറുൽ ഖിസാൽ, ഏറ്റവും മോശപ്പെട്ട സംസാരം കളവ്. അതുപോലെ തന്നെ ഖൈറുൽ ഖിസ്ന, ഏറ്റവും നല്ല സ്വഭാവം എന്താണ്, മര്യാദയുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ടൊരു ന്യൂനതയാണ്. പിന്നെ ധർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു നല്ലൊരു മറയാണ്, സ്വാലിഹുൻ നല്ല അർത്ഥം. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബുദ്ധി എന്നുള്ളതാണ് ഒരു നീതിപരമായിട്ടുള്ള അഥവാ നീതിമാനായ വിധികർത്താവാരാണ്, ബുദ്ധിയാണ്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് എന്ത്, ബുദ്ധിയില്ലാതെ എന്ത്, ഉജുബ് പൊങ്ങച്ചം കാണിക്കുക, അഹങ്കരിക്കുക എന്നുള്ളതൊക്കെ കൊന്നുകളയുന്നൊരു അസുഖമാണ്, നമ്മളെ തന്നെ കൊന്നുകളയും, അങ്ങനത്തെ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത മറ്റൊരു വിഷയം അൽ ഉംറു, വയസ്സ് എന്നുള്ളതൊക്കെ എന്താണ്, കേവലം ഒരു യാത്രക്കാരനാണ്, എവിടെ വെച്ചാണ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് വൈഫൻ, അതൊരു അതിഥിയാണ്, റാഹിലൻ യാത്ര പോകുന്ന. പിന്നെ അടുത്ത സമ്പത്ത് ആണ്. സമ്പത്ത് എന്താണ്, ലില്ലുൻ ജായിലുൻ,
അത് നീങ്ങിപ്പോകുന്ന ഒരു നിഴൽ മാത്രമാണത്. ഇന്ന് വരും നാളെ പോവും, അങ്ങനല്ലേ സമ്പത്ത് എന്നുള്ളത്. പിന്നെ അൽബിറു, നന്മ ചെയ്യുക എന്നുള്ളതാണ് എന്തിനേക്കുള്ള കാരണം. ഇഷ്ടമുണ്ടാവണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ, ഒരു ആളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവനിൽ നിന്നും നന്മകൾ ഉണ്ടാവണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാനുള്ള കാരണം നബിയാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഗുണവാൻ. ആ ഗുണവാനായതുകൊണ്ട് നബി എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിശുക്കൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. കാരണം പിശുക്കൻ ഒരിക്കലും നന്മ ചെയ്യാൻ സാധിക്കില്ലല്ലോ. നന്മ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും, സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാം നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തണമല്ലോ. അപ്പോഴെന്തുണ്ടാവുള്ളൂ, സ്നേഹമുണ്ടാവുള്ളൂ. പിശുക്കനിക്കത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിശുക്കൻ ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുന്നവനാവുകയില്ല, അവനെ ഒരിക്കലും ഒരാളും ഇഷ്ടപ്പെടുകയില്ല എന്നർത്ഥം. പിന്നെ പറഞ്ഞത് സ്വഭാവത്തിൻ്റെ ശുദ്ധത എന്നുള്ളത് അത് മിൻ കറമില്ല അറാഖ്, അത് വേരിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ്. വേരിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് എന്ത്, സ്വഭാവത്തിൻ്റെ ശുദ്ധത എന്നുള്ളത്. ഓക്കെ. പിന്നെ കളവ് പറയുക, നമീമത്ത് പറയുക, വഞ്ചിക്കുക എന്നുള്ളതൊക്കെ മോശ വിശേഷണങ്ങളാണ്, മോശപ്പെട്ട ഒരു വിശേഷണങ്ങളാണ്. അതൊന്നും ഒരാൾക്ക് യോജിച്ചതല്ല എന്നർത്ഥം. പിന്നെ പറഞ്ഞത് എത്ര സന്തോഷമുള്ള അവസരത്തിലാണെങ്കിലും നീ വിനയത്തോടെ തന്നെ പെരുമാറണം. എന്നിട്ട് പറയാണ് നന്മകളിലേക്ക് നീ ഉളരുക. ആ നന്മകൾ നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഭീതിയിൽ നിന്നും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നന്മകൾ ചെയ്യുക എന്നർത്ഥം. എന്നാണ് പോകാറായിട്ടുള്ളത്, അതാണ്. പിന്നെന്ത് ചെയ്യുക, നിനക്കുള്ളത് എന്താണ്, നിൻ്റെ നഫ്സ് മാത്രമാണ്, അല്ലാതെ ഒന്നും അനക്കില്ല. സംഭവം അനക്ക് എന്തുള്ളത്, നിൻ്റെ നഫ്സ് മാത്രമാണ്. അതുകൊണ്ട് ആ നഫ്സിനെ നീ പിടിച്ചു വെക്കാതെ, അതിനെ പിടിച്ചു വെക്കുന്നവൻ നീ ആവാതെ എന്ത് ചെയ്യണം, സമ്പത്തുകൾ നീ ചെലവഴിക്കണം, നന്മകൾ നീ ചൊരിഞ്ഞു കൊടുക്കണം എന്നൊക്കെയാണ് ഈ കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പദങ്ങൾ നല്ല ശ്രദ്ധിക്കുക. ഷെർ പറഞ്ഞാൽ മോശമായത്, മക്കാൽ പറഞ്ഞാൽ സംസാരം, കദീബ് പറഞ്ഞാൽ കളവ് പറയുക, ഖൈർ ഏറ്റവും നല്ലത്, അൽ ഹിസാൽ പറഞ്ഞാൽ സ്വഭാവം, അൽ അദബ് പറഞ്ഞാൽ മര്യാദ, അൽ ബുഖുൽ പറഞ്ഞാൽ പിശുക്ക്, ഐബ് പറഞ്ഞാൽ ന്യൂനത, ഫാലിഹു എന്ന് പറഞ്ഞാൽ മോശമായത്, അപകീർത്തിപ്പെടുത്തുന്ന എന്നർത്ഥം, ജൂദ് ധർമ്മം, സിത്തർ മറ, സ്വാലിഹ് നല്ല, അക്കല് ബുദ്ധി, ഖാലിൻ വിധികർത്താവ്, ആദിൽ നീതിമാനായ, അൽ ഉജ്ബു പൊങ്ങച്ചം, അഹങ്കാരം, ദാവുൻ അസുഖം, ഖാത്തിലുൻ കൊന്നുകളയുന്ന, ഉംർ വയസ്സ്, ലൈഫ് അതിഥി, റാഹിലൻ യാത്രക്കാരനായ എന്നർത്ഥം. അൽമാലു സമ്പത്ത്, ലില്ലുൻ നിയൽ, സായിലുൻ നീങ്ങിപ്പോകുന്ന, അൽബിറു നന്മകൾ, ഹുബി സ്നേഹത്തിന്, സബബൻ കാരണമാണ്, ഇന്നൽ ബഖില തീർച്ചയായും പിശുക്കൻ, ലായു ഹബ്ബ് അവൻ ഇഷ്ടപ്പെടുകയില്ല, അവനാരും ഇഷ്ടപ്പെടില്ല എന്നർത്ഥം, അവൻ ഇഷ്ടപ്പെടുന്നവനാവുകയില്ല. ത്വഹാറത്തുൽ അഖ്ലാഖി സ്വഭാവത്തിൻ്റെ ശുദ്ധത എന്നുള്ളത് മിൻ കറം മഹത്വത്തിൽപ്പെട്ടതാണ്. എന്തിൻ്റെ, അൽ അഖറാഖ് വേരുകളുടെ മഹത്വം. വേരുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടിവേര് എവിടെയാണോ മാതാപിതാക്കളുടെ ആ മഹത്വത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ നല്ല സ്വഭാവമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും, മക്കളും സ്വഭാവശുദ്ധരായി മാറുമെന്നാണ്. അഖറാഖ് പറഞ്ഞാൽ വേരുകൾ, രക്തധമനികൾ എന്നും അർത്ഥമുണ്ട് കേട്ടോ. അൽ കദിബു എന്നാൽ കളവ് പറയുക, നമീമത്ത് ഖദർ വഞ്ചിക്കുക. നമീമത്ത് പറഞ്ഞാൽ പരദൂഷണം പറയാശന് പറയാൻ നമീമത്ത് അല്ല ഗൈബത്ത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മുമ്പ് മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് പരദൂഷണം പറയാശന് പറയുക. അൽ ഖദർ വഞ്ചിക്കുക. ഷർ പറഞ്ഞാൽ ഏറ്റവും ചീത്തയായത് എന്നർത്ഥം. ഷീമത്ത് പറഞ്ഞാൽ സ്വഭാവം, വിശേഷണം എന്നൊക്കെ അർത്ഥം. തഅന്ന വിനയത്തോടെ പെരുമാറുക. ഫിൽ ഉമൂർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ലാസിയ്യമ അതൊരു ഇതാണ് കേട്ടോ, ലാസിയ്യമ പ്രത്യേകിച്ചും, എസ്പെഷ്യലി എന്ന് പറയുന്നതാണ്. സുറു എന്ന് പറഞ്ഞാൽ സന്തോഷം. അഅ്ജൽ നീ ഉളരുക, നീ ധൃതി കാണിക്കോ, ഇലൽ ഖൈറാത്ത് നന്മകളിലേക്ക്. ഹദർ ഭീതി എന്നർത്ഥം. അൽ ഫവാത്ത് നഷ്ടപ്പെടൽ. അപ്പോൾ നഷ്ടപ്പെടലിൻ്റെ ഭീതിയിൽ നിന്നും നീ നന്മകളിലേക്ക് നീ ഉളരണം. മാലക്ക നിനക്ക് എന്താണുള്ളത്, വൈറു നഫ്സിക നിൻ്റെ ശരീരമല്ലാതെ നിൻ്റെ നഫ്സ് മാത്രമാണ് നിനക്കുള്ളത് എന്നർത്ഥം. ലാത്തക്കു നീ ആവരുത്, അൻഹ ആ നഫ്സിനെ തൊട്ട് മുംസിക്കൻ പിടിച്ചു വെക്കുന്നവൻ ആകരുത്. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.